ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. Queen of Swords, Two of Swords, the Empress, the Fool, Ace of Cups, Page of Wands, the Sun, Three of Pentacles, Six of Cups, Eight of Wands റിവേഴ്സ് ആണ്. ബോർഡറിൽ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളിപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. നേരത്തെ നിങ്ങൾ വളരെ വീക്കായിരുന്നു. നിങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിൽ എന്ത് പറഞ്ഞാൽ പോലും നിങ്ങളത് സഹിച്ചു പോകുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കൂടെ കൊണ്ടുപോകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾ സഹിച്ച് ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊക്കെ വന്നാലും ഉള്ളിൽ ഒരുപാട് വിഷമിച്ചാലും നിങ്ങൾ വീണ്ടും അവരെ ചേസ് ചെയ്ത് പോകുമായിരുന്നു. ബട്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആ വ്യക്തിയോട് വെട്ടി തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മുഖത്ത് നോക്കി പല കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നിങ്ങളടുത്ത് ആ ഒരു പഴയ രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ നിങ്ങളെ അടിച്ചമർത്താനോ കഴിയില്ല എന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അതുമാത്രമല്ല, പഴയതുപോലെ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ എല്ലാം എന്ത് പ്രശ്നങ്ങൾ വഴക്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാലും നിങ്ങളായിരിക്കും മുൻകൈ എടുത്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് മാറി നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. മാത്രമല്ല, ഇവിടെ 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങളൊരു കണ്ണുകെട്ടപ്പെട്ട എനർജിയിലായിരുന്നു നേരത്തെ. അതായത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നിങ്ങൾ പല കാര്യങ്ങൾ ആ വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കാനോ ഇല്ല, നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഉള്ളിൽ, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, എനിക്കെതിരായിട്ട് ചില തെറ്റായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ മറച്ചു വെച്ച് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഈ വ്യക്തി ചെയ്യുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാലും അല്ലെങ്കിൽ മനസ്സിലായാലും നിങ്ങളതൊക്കെ ഇല്ല എന്ന് ആ വ്യക്തിയെ വീണ്ടും വീണ്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ ശ്രമിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ വ്യക്തിയെ അത്രയും സ്നേഹിച്ചിരുന്നത് മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം വിശ്വസിച്ച് ആ വ്യക്തിയെ നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ മുഖേനയൊക്കെ പല പ്രാവശ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് തെറ്റാണ്, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ആ വ്യക്തി പെട്ട് നിന്നതായിരിക്കാം, അല്ലെങ്കിൽ 2 വ്യക്തികളെ നിങ്ങളെ ചൂസ് ചെയ്യാതെ നിന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. എന്തായാലും അതൊക്കെ മനസ്സിലാക്കിയാലും നിങ്ങൾ മനസ്സിലാകാത്ത രീതിയിലും അങ്ങനെ അല്ല എന്നും വിശ്വസിക്കാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്നാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന ഒരു ചിന്തയും അവർക്കുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ദ എംപ്രസ് വന്നിട്ടുണ്ട്. അവർക്ക് മറ്റൊരു സിറ്റുവേഷൻസിൽ അവർ പെട്ടുപോയിട്ടുണ്ടാവാം, മേ ബി ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ, അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കും. എന്തായാലും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ നിന്നത് തന്നെ ആയിരിക്കാം. ഒന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ വാല്യൂ ഒന്നും മനസ്സിലാക്കാതെ നിന്നിട്ടുണ്ടാവാം കുറച്ച് പേർക്ക്. എന്തായാലും അവർക്ക് നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിങ്ങളെ കുറച്ച് ക്യൂട്ടായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾ കുറച്ച് നേരത്തെ നിങ്ങളും അവരും ഒന്നായിട്ടിരുന്ന സമയത്തും സ്നേഹമായിട്ടിരുന്ന സമയത്തൊക്കെ നിങ്ങൾ വളരെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹീലിംഗ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്നൊരു പോസിറ്റിവിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ബട്ട് ഇപ്പോൾ അവരതൊക്കെ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സ്നേഹവും കെയറും ഒക്കെ നഷ്ടപ്പെട്ട ഫീലിങ്ങും അവർക്കുണ്ട്. അതായത് അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനെങ്കിലും ഒരാളുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ചോദിക്കാനൊക്കെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന ഒരു ഫീലിങ്സും അവർക്കുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ദ ഫൂല്, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൺസ്. കണ്ടിന്യൂസ് ആയിട്ട് 3 കാർഡാണ്. 111 വന്നിരിക്കുന്നത്. 111 എന്ന് പറയുമ്പോഴേ ഒരു ന്യൂ ബിഗിനിങ്സിൻ്റെ ശക്തമായ ഒരു കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 കാർഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നു. സോ അവർ നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒന്നായിട്ട് പോകാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കാം. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നെ ആവാം. സോ എന്തായാലും
അല്ല, അവരിപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകണം എന്ന് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്, കപ്സ് എന്ന് പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ അത്രയും ഒരു ഹൃദയം നിറഞ്ഞ് സ്നേഹം ഒഴുകുന്ന രീതിയിൽ അവർക്ക് ഇപ്പോഴാണ് നിങ്ങളെ അവർ ഇത്രയും സ്നേഹിച്ചിരുന്നോ, നിങ്ങൾ അവരെ ഇത്രയും സ്നേഹിച്ചിരുന്നു എന്നൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നേരത്തെ നിങ്ങൾ ഒന്നായിരുന്നപ്പോഴെല്ലാം ഇത്രയും നിങ്ങളുടെ സ്നേഹം അവർ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ബട്ട് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പോ അകൽച്ചയോ വന്നപ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ തീവ്രതയും അതിൻ്റെ മഹത്വമൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പിന്നെ അവർക്കൊരു ചിന്തയുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ചില കാര്യങ്ങളിലോ നിങ്ങളുടെ പഠിപ്പിലോ എന്തിലായാലും അതിൽ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നു, അതിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയും അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു ന്യൂ ബിഗിനിങ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന ഒരു ചിന്തയും അവർക്കുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഇത് കരിയറിലായിരിക്കാം, കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പേടിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്സ് വന്നിട്ടുണ്ടാകുമോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അകൽച്ചയും ബ്രേക്കപ്പൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരുമോ എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ട്. പിന്നെ ഇതെവിടെ സണ്ണ് വന്നിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉള്ള ഒരു ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റിയും സക്സസ്സും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവണം, നിങ്ങൾ തമ്മിൽ ഒന്നായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ രണ്ടുപേർക്ക് ഇടയിലുള്ള വഴക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണം ഒരു ഇരുട്ട് വീണുപോയി. സോ അവിടെ ഇനി ആ പഴയ പ്രകാശം തിരിച്ചു വരണം, ആ പഴയ റിലേഷൻഷിപ്പും ബോണ്ടും ഒക്കെ തിരിച്ചു വരണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ അവരുടെ ജീവിതത്തിലെ ഒരു പ്രകാശമായിരുന്നു, ഒരു സണ്ണായിരുന്നു എന്നും അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഇരുന്ന ആ പ്രകാശം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയാൽ വളരെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അകന്നു പോയാൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പോ അല്ല സാഹചര്യങ്ങളോ എന്തെങ്കിലും ചൂസ് ചെയ്ത് പോയാൽ ഞാൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കും, എൻ്റെ ജീവിതം അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടും പ്രകാശം നിറഞ്ഞ ഒരു സക്സസ്ഫുള്ളായിട്ട് ഞാൻ ഇരിക്കുമെന്നൊക്കെ ആ വ്യക്തി പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ബട്ട് അവിടെ ഇപ്പോൾ പ്രകാശം ഇല്ല എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാറ്റിലും സഹകരിച്ച് മുമ്പോട്ട് പോകണം എന്ന ഒരാഗ്രഹം അവർക്കുണ്ട്. പക്ഷേ അപ്പോൾ ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഓപ്ഷൻസും ആ വ്യക്തിയുടെ കാര്യങ്ങളും ആ വ്യക്തിയുടെ സുഖവും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബട്ട് ഇപ്പോൾ നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചേർന്ന് ഒന്നായിട്ട് സഹകരിച്ച് സ്നേഹത്തോടെ ഒത്തൊരുമയോടെ മുൻപോട്ട് പോകണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവരിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നേരത്തെ നിങ്ങൾ തമ്മിൽ അത്രയും സ്നേഹമായിട്ടിരുന്ന സമയത്ത് ഒക്കെ അവർ ഓർക്കുന്നു. അതൊക്കെ ഓർത്ത് അതൊരു നൊസ്റ്റാൾജിയ പോലെ നമ്മൾ ഓർക്കില്ലേ, അതൊക്കെ എത്ര രസമായിരുന്നു എന്നൊക്കെ, അതുപോലെ അവരിപ്പോൾ ഓർക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പ്രൊഫൈലോ ഇപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയോ സ്റ്റേറ്റസൊക്കെ അവർ നോക്കുന്നുണ്ടാവും. എന്തായാലും നിങ്ങളോടൊപ്പം ചിലവഴിച്ച ആ നല്ല നിമിഷങ്ങൾ അവർ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് പക്ഷേ ഇതെങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഉടനെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും സെപ്പറേഷനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങളൊരു സ്ട്രോങ് എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാനും എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്, സംസാരിച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ്റെ എനർജിയും ഇവിടെ കാണുന്നു. ബോട്ടത്തിൽ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് കുറേ സ്നേഹമുണ്ട് നിങ്ങളോട്, കുറേ ഇവിടെ ഞാൻ ആൾറെഡി പറഞ്ഞു ഏസ് ഓഫ് കപ്സും പറയുന്നത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ നിറച്ച് വച്ചിരിക്കുകയാണ്. ബട്ട് അവർക്കതൊന്നും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതുമാത്രമല്ല പല കാര്യങ്ങളും അവർ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതൊന്നും നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അത് നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ നിങ്ങളങ്ങ് അതെങ്ങനെ സ്വീകരിക്കും, അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ അവർ പേടിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മൊത്തത്തിൽ എല്ലാം അവർ ഹോൾഡ് ചെയ്തിങ്ങനെ ഉള്ളിൽ പിടിച്ചിരിക്കുകയാണ്. അവർക്കൊന്നും സ്നേഹമായാലും കുറേ നിങ്ങൾക്കിടയിൽ നടന്ന കാര്യങ്ങളായാലും മറച്ചു വെച്ച് ചെയ്ത കാര്യങ്ങളായാലും അവർക്ക് നിങ്ങളോട് പറയാൻ പേടി എന്നാണ് കാണുന്നത്. ബട്ട് അവരിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റ് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജഡ്ജ്മെൻറ്റ് ന്യായം കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.